ഹായ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇതെവിടുന്ന് വന്ന് നോക്കല്ലേ? ഇതാ ക്വസ്റ്റ്യൻ നോക്കടാ. ഡിറ്റർമിനൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ, കണ്ടാൽ തന്നെ മനസ്സിലായി അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ക്യാപിറ്റൽ എം ഇതുപോലെ സ്മോൾ ലെറ്റർ എം ഉണ്ട് അല്ലേ? 2 എം ഉണ്ട്. ക്യാപിറ്റൽ എം ആൻഡ് സ്മോൾ ലെറ്റർ എം റെസ്പെക്റ്റീവ്ലി വിത്ത് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദിസ് ഫംഗ്ഷൻ. സാധാരണ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം വാല്യൂ ചോദിക്കുക എന്നുള്ളത് ഫംഗ്ഷൻ നേരിട്ട് നമുക്ക് തരണമെന്നില്ല. ഫംഗ്ഷനെ നമ്മൾ സോൾവ് ചെയ്ത് ഇതൊരു സിമ്പിൾ ഫംഗ്ഷൻ ആക്കി മാറ്റണം. ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനെ വാല്യൂ ഇതിൻ്റെ ഡൊമൈനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ മാക്സിമം ആണ് ക്യാപിറ്റൽ എം, മിനിമം ആണ് സ്മോൾ എം. എന്നിട്ട് എന്ത് ചെയ്യണം? എം റേസ്റ്റ് 4. അപ്പം മാക്സിമം മിനിമം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ എഫ് ഓഫ് എക്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ എഫ് ഓഫ് എക്സിൽ ഇത് അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഇതിന് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുക. ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് ഈസി. കാരണം എല്ലാം ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് വരും. അപ്പം നിങ്ങൾ ഡിറ്റർമിനൻ്റ് ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്നതാണ് എളുപ്പം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൽ അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഇതാണ്. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. സെയിം ടൈം R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എൻ്റെ എഫ് ഓഫ് എക്സ് എന്തായി മാറും എന്നുള്ളത് നോക്കണം. ഇവിടെയുള്ള എഫ് ഓഫ് എക്സ് എന്തായി മാറും എന്നൊന്ന് ആലോചിച്ച്. ഇവിടെ R2 ചേഞ്ച് ആക്കുന്നുണ്ട്, R3 ചേഞ്ച് ആക്കുന്നുണ്ട്. പക്ഷേ R1 എന്തില്ല, മാറ്റമില്ല. അപ്പോൾ R1 ഞാൻ അതേപോലെ എഴുതാണ്. 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് അതേപോലെ എഴുതി. ഓക്കെ, കോസ് സ്ക്വയർ എക്സ് അതേപോലെ എഴുതി. 4 സൈൻ 4x അതേപോലെ എഴുതി. ഇതിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായല്ലോ? ഇനി R2 ചേഞ്ച് ചെയ്യാണ്. സെക്കൻഡ് റോയിൽ നിന്നും ഫസ്റ്റ് റോ മൈനസ് ചെയ്യണം. ഇതാണല്ലോ സെക്കൻഡ് റോ അല്ലേ? ഈ സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യുക? ഈ എലമെൻ്റ് നിന്ന് ഈ എലമെൻറ്റ് മൈനസ് ചെയ്യണം. ഈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സിൽ നിന്ന് കോസ് സ്ക്വയർ എക്സ് മൈനസ് ചെയ്യണം. 4 സൈൻ 4x നിന്ന് 4 സൈൻ 4x മൈനസ് ചെയ്യണം. ഇപ്പം മനസ്സിലായോ ഞാൻ എന്തിനത് ഓപ്പറേഷൻ ഇത് അപ്ലൈ ചെയ്തെന്ന് മനസ്സിലായോ? നമ്മളൊരു ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് മാക്സിമം നമ്പർ ഓഫ് സീറോസ് ആക്കാൻ പറ്റുമെന്ന് നോക്കുക. മാക്സിമം നമ്പർ ഓഫ് സീറോസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്പറുകളാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എന്തായാലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. പക്ഷെ അതിനൊന്ന് റെഡ്യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടെ കാൽക്കുലേഷൻസ് സിമ്പിളായിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ R2 നിന്ന് R1 കുറയ്ക്കുകയാണ്. അപ്പോൾ നോക്കണേ, സൈൻ സ്ക്വയർ എക്സ് നിന്ന് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -1 ആണ്. 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് നിന്ന് കോസ് സ്ക്വയർ കുറച്ചാൽ നമുക്ക് 1 കിട്ടും. കണ്ടോ? ഈ ട്രിഗണോമെട്രിയൊക്കെ പോയി നമ്പറായി വരുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്പറായി വന്നാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. എന്ന് വെച്ച് നമുക്ക് എല്ലാത്തിനും നമ്പറാക്കാൻ പറ്റണമെന്നില്ല. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ 4 സൈൻ 4x എന്ന് കുറച്ചാൽ 0 ആയി. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള നമ്പർ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഇന്ത്യ ഡിറ്റർമിൻ്റ് ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ 0 കിട്ടണമെന്നില്ല. അപ്പോൾ പറ്റുന്നത്ര, ഇപ്പോൾ ഒരു 0 ആണെങ്കിൽ ഒരു 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും എക്സ്പാൻഷൻ കുറയുമെന്നാണ് അതിനർത്ഥം. ഇനി R3യിൽ നിന്ന് ഇതേ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് R1 കുറയ്ക്കുക. R3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, R3 ഇതാണ് അല്ലേ? ഈ R3യിൽ നിന്ന് ഈ R1 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ എക്സ് ഇത് കുറയ്ക്കുന്നു, കോസ് സ്ക്വയർ എക്സ് ഇത് കുറയ്ക്കുന്നു, ഇത് കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെ കിട്ടും അത്? സൈൻ സ്ക്വയർ എക്സ് നിന്ന് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് കുറച്ചാൽ -1 കിട്ടും. ശരിയല്ലേ? സൈൻ സ്ക്വയർ എക്സ് എന്നാണ് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് കുറയ്ക്കുന്നത്. ഓക്കെ, -1 കിട്ടും. കോസ് സ്ക്വയർ എക്സ് നിന്ന് കോസ് സ്ക്വയർ കുറച്ചാൽ 0 കിട്ടും. പിന്നെ 1 പ്ലസ് സൈൻ 4x നമുക്ക് 4 സൈൻ 4x കുറച്ചാൽ 1 കിട്ടും. കണ്ടോ? അപ്പോൾ 2 റോയും നമുക്ക് നമ്പറുകളായി മാറി. അതും ചെറിയ ചെറിയ നമ്പറുകളാണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓപ്പറേഷൻസ് വേണമെങ്കിൽ അപ്ലൈ ഒക്കെ ചെയ്യാം. പക്ഷേ വേണമെന്നില്ല. ഇനി നമുക്ക് വളരെ സഫീഷ്യൻ്റ് ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 സെക്കൻഡ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാടാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്കിവിടെ ഉള്ളത് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആണ് അല്ലേ? 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഞാൻ ആദ്യം എഴുതി. ഓക്കെ, 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു, ഇനി അതിൻ്റെ കോളവും റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. ഓക്കെ, 1 ആണ്. പിന്നെയുള്ളത് മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു അതിൻ്റെ കോളവും റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -1 ആണ്. ഓക്കെ, -1 ആണ്. പിന്നെ പ്ലസ് 4 സൈൻ 4x ഇൻറ്റു നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആയി. ഓക്കെ, 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആയി. പ്ലസ് എന്തുണ്ട്? കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. പിന്നെയുള്ളത് പ്ലസ് 4 സൈൻ 4x ആണ്. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. എടാ അവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഉണ്ടോ? ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അങ്ങനെ 1 + 1 2 ആയി മാറി. അപ്പോൾ നമുക്ക് കിട്ടുക 2 + 4 സൈൻ 4x എന്നാണ്. കണ്ടോ, ഏറ്റവും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കിട്ടിയില്ലേ? അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനോട് ഈക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടി. നമുക്കറിയാം സൈൻ 4xൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഫോർ എനി റിയൽ നമ്പർ എക്സ് സൈൻ 4xൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ 2 പ്ലസ് എന്താ കിട്ടുക? 2 + 4 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. സ്മോൾ എം എന്ന് പറഞ്ഞാൽ 2 + 4 × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ 6 ആണ്, മിനിമം വാല്യൂ എത്രയാണ്? -2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ M⁴ മൈനസ് സ്മോൾ M⁴ ആണോ? യെസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 6⁴ മൈനസ് ഇനി -2⁴ ആണ്. അത് അബ്സല്യൂട്ട്ലി പോസിറ്റീവ് 2⁴ ആയി മാറും. അപ്പോൾ 6⁴ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1296 അല്ലേ? 1296 ആണ്. മൈനസ് നമുക്ക് 2⁴ 16 എന്നറിയാം. സോ ദ ഫൈനൽ ആൻസർ ഈസ് വാട്ട്? 1280 ആണ്. 1280 ആയിരിക്കും ഫൈനൽ ആൻസർ. ഇത് കുറച്ചാൽ മതി കേട്ടോ. 1280 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പ്രോബ്ലം ചെയ്ത് ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിന് എന്ത് ചെയ്യണം? ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഡിറ്റർമിനന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമം നമ്പർ ഓഫ് 0 വരുത്താൻ വേണ്ടി നോക്കുക. അറ്റ്ലീസ്റ്റ് ചെറിയ നമ്പറുകൾ വരുത്താൻ നോക്കുക. ഇൻ ഓർഡർ ടു സോൾവ് ദ ഡിറ്റർമിനന്റ് വെരി ഈസിലി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ആവറേജ് ലെവൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ആവറേജിനേക്കാളും തൊട്ട് താഴെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഇതിനെ. ഓക്കെ, അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ഡിറ്റർമിനന്റ് ഓപ്പറേഷനോ അല്ലെങ്കിൽ എക്സ്പാൻഷനൊക്കെ വൃത്തിയായിട്ട് അറിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.